കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആന വിരണ്ട് 3 പേർ മരിക്കാനിടയായ സംഭവത്തെ അസ്വാഭാവികമായ മരണമെന്ന അടിസ്ഥാനത്തിലാണല്ലോ കേസെടുത്തിരിക്കുന്നത്. റിയാസ് KMR ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് ചേരുന്നു. ഈ കേസ് ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ പോകുന്നത്? MS കൊയിലാണ്ടി പോലീസാണ് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 194 വകുപ്പ് പ്രകാരം അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ വനം വകുപ്പും 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ആനയ്ക്ക് ഇടച്ചങ്ങലയിട്ടില്ല. ഒപ്പം തന്നെ ആന ആനയുടെ സമീപത്ത് വെച്ച് പടക്കം പൊട്ടിച്ചു തുടങ്ങിയ കാര്യങ്ങൾക്ക് വനം വകുപ്പും കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ക്ഷേത്ര ഭാരവാഹികൾക്ക്, മണക്കുളങ്ങര ക്ഷേത്ര ഭാരവാഹികൾക്ക് തെറ്റുപറ്റി, വീഴ്ച പറ്റി എന്നുള്ളതാണ് ഫോറസ്റ്റ് കൺസർവേറ്റർ വനം വകുപ്പ് മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഈ ക്ഷേത്ര പരിസരവും ഒപ്പം തന്നെ ഈ അപകടത്തിൽ മരിച്ച 3 പേരുടെ വീടുകളും സന്ദർശിച്ചിരുന്നു. അതിനിടെ മാധ്യമങ്ങളെ അദ്ദേഹം കണ്ടപ്പോഴുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് അല്പം മുൻപ് നമ്മൾ കേട്ടത്. അതായത് ഈ സംഭവത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ആരെയും സംരക്ഷിക്കില്ല, നിയമപരമായ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകും, ക്ഷേത്രം ഭാരവാഹികൾ മനഃപൂർവ്വം സൃഷ്ടിച്ച അപകടമാണ് എന്ന് കരുതുന്നില്ല, എങ്കിൽ കൂടിയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാതിരിക്കാൻ സർക്കാരിന് വയ്യ. ഈ നഷ്ടപരിഹാരത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ സാധാരണ ഇത്തരം സംഭവങ്ങളിൽ അതാത് ക്ഷേത്രങ്ങളാണ് നഷ്ടപരിഹാരം നൽകുക. അത് തന്നെയായിരിക്കും ഇവിടെയും സംഭവിക്കുക. മറ്റ് കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? മറ്റു കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി ഇന്ന് ജില്ലയിലുണ്ട്. അതുകൊണ്ട് താൻ അദ്ദേഹവുമായി സംസാരിക്കും. മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നുള്ളതാണ് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കിയത്. ക്ഷേത്രം ഭാരവാഹികളുമായും നമ്മൾ സംസാരിച്ചിരുന്നു. അവർ വ്യക്തമാക്കിയത് ഈ അന്വേഷണവുമായും നിയമ നടപടിയുമായും സഹകരിക്കും. ഇതിന്റെ പേരിൽ, ഈ അപകടം നടന്നതിന്റെ പേരിൽ വലിയൊരു തുക ഇൻഷുറൻസ് തുകയായി ലഭിക്കും. അത് മരിച്ചവരുടെ കുടുംബത്തിന് നൽകും. ഒപ്പം തന്നെ ചികിത്സയിൽ കഴിയുന്നവരുടെ ചികിത്സാ സഹായധനവും ഈ ഇൻഷുറൻസ് തുകയിലൂടെ നൽകും. ഇനി വരുന്ന വർഷങ്ങളിൽ ഇവിടെ ആന എഴുന്നള്ളിപ്പ് ഒഴിവാക്കാനാകുമോ എന്ന കാര്യം വിശ്വാസികളുമായി ചർച്ച ചെയ്യും. അതിന്റെ മുന്നോടിയായി അവരെ കൃത്യമായി തന്നെ ബോധവൽക്കരിക്കും. ഈ സാധാരണ തന്ത്രി പറയുന്നത് ഈ ദേവന്റെ ഏതെങ്കിലും ഒരു വാഹനം എന്ന് മാത്രമാണ് ഇതിന്റെ കാര്യങ്ങളിലെല്ലാം തന്നെ പറയുന്നത്, മതപരമായ കാര്യങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് തേരോ അല്ലെങ്കിൽ മറ്റ് രഥമോ ഉപയോഗിച്ച് ആനയെ പൂർണ്ണമായും ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളും വ്യക്തമാക്കുന്നു. എന്തായാലും ഈ ഒരു സംഭവം നിയമ നടപടിയിലേക്ക് നീങ്ങി എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. MS, അതിലാകെയുള്ള ഒരു സംശയം മാത്രം ബാക്കി നിൽക്കുന്നത് വിശ്വാസികളെ ബോധവൽക്കരിക്കും എന്നുള്ള പ്രയോഗമാണ്. ബോധവും വിശ്വാസവും 2 ആണ് എന്നുള്ളത് കൊണ്ട് വിശ്വാസികളുടെ വിശ്വാസത്തെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ വിശ്വാസവുമായി ചേർന്ന മറ്റു കാര്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ നമ്മൾക്ക് പോകാം എന്ന് പറഞ്ഞ് വിശ്വാസികളെ വിശ്വാസവൽക്കരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നതാവുമല്ലേ ഉചിതമെന്ന് ചോദിക്കാൻ തോന്നുകയാണ് റിയാസ് KMRനോട്. അതായത് ഇന്ന് ക്ഷേത്ര ഭാരവാഹികളുമായി സംസാരിച്ചപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത്, ഈ സാധാരണ ആന എന്നുള്ളത് വേണമെന്നില്ല, ദേവന്റെ വാഹനം, അത് തേരാവാം, രഥമാകാം, ദേവന് സഞ്ചരിക്കാവുന്ന ഒരു വാഹനം എന്നുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നു. അതാണ് തന്ത്രി അതേക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ഇത്തവണത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിശ്വാസികളുടെ ഒരു കമ്മിറ്റി യോഗം ചേർന്ന സമയത്ത് ആന വേണ്ട എന്നൊരു അഭിപ്രായം ഒരാൾ ഉയർത്തിയിരുന്നു. എന്നാൽ ഭൂരിപക്ഷത്തിനും ആന വേണം എന്നുള്ളത് തന്നെയായിരുന്നു അഭിപ്രായം. നേരത്തെ ഒരുപാട് ആനകളെ വെച്ച് ഉത്സവം നടത്തിയിരുന്ന ക്ഷേത്രമാണ്. അതുകൊണ്ട് ആനയെ വേണം. അങ്ങനെ 4 ആനകളെ വരെ ഈ ഉത്സവത്തിന് ഇറക്കാൻ നാട്ടാന പരിപാലന കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചതുമാണ്. എന്നാൽ 2 ആനകളെ മാത്രമായിരുന്നു ഉപയോഗിച്ചത്. പക്ഷേ ദാരുണമെന്ന് പറയട്ടെ, അത്തരത്തിലൊരു സംഭവം ഉണ്ടായിപ്പോയി. മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടിയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അങ്ങനെ ഒരു അപകടമുണ്ടായി, 3 ജീവനുകൾ പൊലിഞ്ഞു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതലെങ്കിലും ഈ ആനയെ എഴുന്നള്ളിക്കുന്നത് നിർത്തലാക്കുക എന്ന ഒരു രീതിയിലേക്ക് പോവുക. അതിനു മുന്നോടിയായി വിശ്വാസികളുമായി ചർച്ച ചെയ്ത് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അത് രഥമോ തേരോ ആക്കി മാറ്റുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം ഇന്നലെ നമ്മൾ വാർത്തയായി നൽകിയതാണ്. ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചത്തേക്ക് കോഴിക്കോട് ജില്ലയിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട്. അത് ADMന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലായിരുന്നു അത് ഇന്നലെ തന്നെ റദ്ദാക്കിയത്. അത് നമ്മൾ ഇന്നലെ തന്നെ വാർത്ത നൽകിയതാണ്. ഇനി അതിന്റെ തുടർച്ച എന്തായിരിക്കും എന്നുള്ളത് അതിനുശേഷമുള്ള ഘട്ടങ്ങളിൽ നമ്മൾ കാണേണ്ടത് തന്നെയാണ്. MS, റിയാസ് KMR ആണ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആന വിരണ്ട് 3 പേർ മരിക്കാനിടയായ സംഭവത്തിന്റെ തുടർ വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി വ്യക്തമാക്കിയത്.